ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേസിസിനെ കുറിച്ചാണ്, ചേസിസ് ഫ്രെയിമിനെ കുറിച്ചാണ്, ചേസിസ് ഫ്രെയിമുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫ്രെയിം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ഭാഗമാണ്, വലിയ ക്ലാസ് അല്ല, ചെറിയൊരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ചേസിസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ചേസിസ്. ചേസിസ് എന്ന് പറഞ്ഞാൽ ഷാസി എന്നുള്ള വേർഡിൽ നിന്നാണ് അല്ലേ അത് വന്നിട്ടുള്ളത്. ചേസിസ് എന്ന് പറഞ്ഞാൽ ഷാസി എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിം, ചേസിസും ഫ്രെയിമും തമ്മിലുള്ള ഡിഫറൻസ് എന്താ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കുക ആദ്യം തന്നെ. എന്താണ് ഫ്രെയിം എന്ന് പറയുന്നത്? അതായത് ചേസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്രെയിമിൽ ആ ഫ്രെയിമിൽ ഘടിപ്പിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളുണ്ടായിരിക്കും അല്ലേ. എന്തൊക്കെ ഉണ്ടായിരിക്കും? എഞ്ചിന്, ഗിയർ ബോക്സ്, ഫ്യൂൽ ടാങ്ക്, അതേപോലെ തന്നെ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ, ബോഡി, ബ്രേക്ക്, ഇങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഹനത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. വാഹനത്തിന് വേണ്ടിയിട്ടുള്ള കുറേ സിസ്റ്റംസ്. ഈ സിസ്റ്റംസ് എല്ലാം തന്നെ ഈ ഒരു ഫ്രെയിമിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ചേസിസ് എന്ന് പറയാം. ഒന്നിച്ച് പറയുന്ന പേരാണ് ചേസിസ് എന്ന് പറയുന്നത്. ഇനി അതൊന്നുമില്ലാതെ ജസ്റ്റ് ഈ സ്ട്രക്ചർ മാത്രമാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുന്നത്? ഫ്രെയിമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ചേസിസ് ഫ്രെയിം എന്നാണ് ടോട്ടലി പറയാറുള്ളത്. ആ ഒരു ഭാഗങ്ങളൊന്നും തന്നെ ഇല്ല, പാർട്സും കമ്പോണൻസും ഒന്നും തന്നെ ഇല്ലാതെ ജസ്റ്റ് ആ ഒരു ഫ്രെയിം മാത്രമാണെങ്കിൽ, ആ ഒരു അല്ലേ ആ ചട്ടക്കൂട് മാത്രമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെയിം എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് കേട്ടോ. ചേസിസ് ഫോംസ് ദ മെയിൻ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ. ഇറ്റ് ക്യാരീസ് ആൾ മേജർ കമ്പോണൻസ് ആൻഡ് വിത്ത്സ്റ്റാൻഡ്സ് ലോഡ്സ് ഡ്യൂറിങ് വെഹിക്കിൾ ഓപ്പറേഷൻ. ചേസിസിലാണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്? ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്പോണൻസിൻ്റെയും വെഹിക്കിളിൻ്റെ ഭാരവും വെഹിക്കിളിൽ വരുന്ന ലോഡും കാര്യങ്ങളും എല്ലാം തന്നെ ആരിലായിരിക്കും അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക? ഈ ചേസിസിലായിരിക്കും അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക. അതാണ് ബേസിക്കലി ചേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ്, ഈ ഒരു ചേസിസിൽ മെയിൻലി എന്തെല്ലാം കമ്പോണൻസ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ചേസിസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻലി എന്തെല്ലാം കമ്പോണൻസ് ആയിരിക്കും ചേസിസിൽ ഉണ്ടായിരിക്കുക? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻജിൻ ആൻഡ് റേഡിയേറ്റർ. നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിന് ചേസിസിലോട്ടായിരിക്കും ഡയറക്റ്റ്ലി ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രെയിമിലോട്ടായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് അതിൻ്റെ കൂടെ തന്നെയുള്ള റേഡിയേറ്റർ എന്ന് പറയുമ്പോൾ റേഡിയേറ്റർ മാത്രമല്ല, റേഡിയേറ്ററിൻ്റെ മറ്റ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും. ചില സമയങ്ങളിൽ പമ്പ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പമ്പിന് ശരിക്കും എഞ്ചിനോട് മൗണ്ട് ചെയ്താണ് വെക്കാറുള്ളത്. അപ്പോൾ ഈ റേഡിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ ചേസിസിലോട്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ശരിക്കും ട്രാൻസ്മിഷൻ സിസ്റ്റം പറയുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് പറയാം അല്ലേ, അതേപോലെ തന്നെ ഗിയർ ബോക്സ് പറയാം, പിന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, അതേപോലെ തന്നെ ആക്സിൽസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്തിനാണ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക? ഈ ഒരു ചേസിസിലാണ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. then അടുത്തൊരു പ്രധാനപ്പെട്ട വാഹനത്തിൻ്റെ സിസ്റ്റമാണ് സസ്പെൻഷൻ സിസ്റ്റം. ഈ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ലീവ് സ്പ്രിംഗ് ആണെങ്കിലും കോയിൽ സ്പ്രിംഗ് ആണെന്നുണ്ടെങ്കിലും ആക്സിലുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ഭാഗങ്ങളുണ്ടായിരിക്കും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ചേസുമായിട്ടായിരിക്കും ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ വീലുകൾ, ആക്സിൽ ത്രൂ വീലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. സ്റ്റിയറിംഗ് സിസ്റ്റം, വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റം, മെയിൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഏത് ടൈപ്പ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ ഈ ഒരു ചേസിസുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ബ്രേക്കുകൾ, അതേപോലെ തന്നെ ഫ്യൂൽ ടാങ്ക്, പിന്നെയും നമുക്ക് പറയാം അതർ ആക്സസറീസ്, വെഹിക്കിളിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ തന്നെ എന്തിലായിരിക്കും ഉണ്ടായിരിക്കുക? ഈ ഒരു ചേസിസിലായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. സോ ഇത്രയും കമ്പോണൻസിൻ്റെ വെയിറ്റ്, ഇതിൽ വരുന്ന ലോഡ്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോഴ്സസ് അല്ലേ, അങ്ങനെ വാഹനം ഓടുന്ന സമയത്ത്, വാഹനം വളവ് തിരിയുന്ന സമയത്തൊക്കെ ഈ ഓരോ ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിലും വരുന്ന ഫോഴ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ എന്ത് വേണ്ടി വരും? ഈ ഒരു ചേസിസ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ദീസ് കമ്പോണൻസ് ആർ മൗണ്ടഡ് ഐദർ ഇൻ ടു ഡിസൈൻസ്. ഒന്ന് ഫ്രെയിം കൺസ്ട്രക്ഷൻ, രണ്ടാമത്തെ ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെയിം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫ്രെയിം കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? യൂസസ് എ സെപ്പറേറ്റ് ഫ്രെയിം കോമൺ ഇൻ ഹെവി വെഹിക്കിൾസിൽ കോമൺലി യൂസ് ചെയ്യുന്നതിലാണ് ഹെവി വെഹിക്കിൾസിലാണ്. എന്താണ് യൂസ് എ സെപ്പറേറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി എന്തുണ്ടായിരിക്കും? ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും. ആ ഫ്രെയിമിലായിരിക്കും എന്ത് വരും? ഈ ബാക്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ രണ്ട് ലോഞ്ചിറ്റ്യൂഡ് മെമ്പറോ ബാക്കി ലാറ്ററൽ മെമ്പറോ ക്രോസ് മെമ്പറോ ഒക്കെ കൊടുത്തിട്ട് ഇതിലായിരിക്കും എഞ്ചിനാണെങ്കിൽ എഞ്ചിന്, ഗിയർ ബോക്സ്, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അതിനാണ് നമ്മൾ എന്തുണ്ട്? ഫ്രെയിം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഫ്രെയിം ഉണ്ട്, അവിടെ നമുക്കൊരു ഫ്രെയിം ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഫ്രെയിം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.
ദെൻ രണ്ടാമത്തത് ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മോണോകോക്ക്, യൂണിറ്ററി കൺസ്ട്രക്ഷൻ, യൂണിബോഡി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ. എന്താണ് ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ? ഈ പേര് തന്നെ ഉണ്ട് അല്ലേ, ഫ്രെയിംലെസ്. അവിടെ എന്താ, ഫ്രെയിം ഉണ്ടായിരിക്കൂല. ബോഡി ആൻഡ് ഫ്രെയിം ഫോം എ സിംഗിൾ യൂണിറ്റ് കോമൺലി യൂസ്ഡ് ഇൻ മോഡേൺ കാർസ്. അത് വാഹനത്തിന്റെ ഇതിൽ നമ്മൾ ചേസ് വെച്ചതിന് ശേഷം, ഫ്രെയിം വെച്ചതിന് ശേഷം ഈ ഫ്രെയിമിൽ ഈ ഭാഗങ്ങളൊക്കെ ഘടിപ്പിക്കുന്നു. വാഹനത്തിന്റെ ബോഡിയും ബാക്കിയുള്ള എഞ്ചിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലാണ് ഘടിപ്പിക്കുന്നത്. ഇതിലെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മോണോകോക്യൂ എന്ന് പറയുന്ന സമയത്ത്, ഈ ഒരു ടൈപ്പിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നത്, പുതിയ കാറുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഫ്രെയിം ഉണ്ടായിരിക്കില്ല, ബോഡിയും ഫ്രെയിമും കൂടിയിട്ട് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടായിരിക്കും മാനുഫാക്ചർ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ബോഡിയും അതേപോലെ തന്നെ ഫ്രെയിമും എല്ലാം തന്നെ. അപ്പോൾ ബോഡി എന്തായിരിക്കും, കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന് ഈ ഡിസൈനിൻ്റെ സമയത്ത് കൺസിഡറേഷനിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മോണോകോക്യൂ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ചേസിസ് ബൈ ഡ്രൈവർ കൺട്രോൾ ലൊക്കേഷൻ. നമുക്ക് ഈ ചേസിസിനെ ഒരു ഡ്രൈവർ നിൽക്കുന്ന ഈ പൊസിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഡ്രൈവറുടെ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ഈ ചേസിസിനെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തെ കൺവെൻഷണൽ കൺട്രോൾ ചേസിസ്, രണ്ടാമത്തത് സെമി ഫോർവേഡ് ചേസിസ്, മൂന്നാമത്തത് ഫുൾ ഫോർവേഡ് ചേസിസ്. ഫസ്റ്റ് വണ് കൺവെൻഷണൽ കൺട്രോൾ ചേസിസ്, രണ്ടാമത്തെ സെമി ഫോർവേഡ്, മൂന്നാമത്തെ ഫുൾ ഫോർവേഡ്. ഇതെന്താ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് പറയാം. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്ത് നോക്കിയാൽ ഡ്രൈവർ കൺട്രോൾ ചെയ്യുന്ന, അതായത് ആ വാഹനത്തെ ഡ്രൈവർ കൺട്രോൾ ചെയ്യുന്ന ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, അത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലെ ഫസ്റ്റ് വണ്ണാണ് എന്താണ്, കൺവെൻഷണൽ കൺട്രോൾ ചേസിസ്. കൺവെൻഷണൽ കൺട്രോൾ ചേസിസ് ഈസ് വിച്ച് എഞ്ചിൻ ഈസ് മൗണ്ടഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡ്രൈവേഴ്സ് ക്യാബിൻ. ഈ ഒരു കൺവെൻഷണൽ കൺട്രോൾ ചേസിസിൽ ഈ ഒരു അറേഞ്ച്മെന്റിൽ ഡ്രൈവറുടെ ക്യാബിൻ്റെ ഫ്രണ്ടിലോട്ടായിരിക്കും എഞ്ചിന് വെച്ചിട്ടുണ്ടായിരിക്കുക. ഡ്രൈവറുടെ ക്യാബിൻ ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ ക്യാബിൻ്റെ ഫ്രണ്ടിലോട്ടായിരിക്കും എഞ്ചിൻ വെച്ചിട്ടുണ്ടാകുക. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ജീപ്പുകളൊക്കെ പോലുള്ള വാഹനങ്ങൾ, അതായത് ഡ്രൈവർ ഉണ്ടായിരിക്കും, ഡ്രൈവറെ മുന്നിലോട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, എഞ്ചിൻ ഉണ്ടായിരിക്കുക അല്ലേ, ഡ്രൈവറുടെ മുന്നിലോട്ടായിരിക്കും എഞ്ചിൻ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവേഴ്സ് ക്യാബിൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഇത്ര ഏരിയയിലാണ് എന്ത് വെച്ചിട്ടുള്ളത്, എഞ്ചിൻ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ളതിനാണ് കൺവെൻഷണൽ കൺട്രോൾ ചേസിസ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് അവോയ്ഡ്സ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. നമുക്കിവിടെ ഫുൾ സ്പേസ് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഭാഗം, വാഹനത്തിൻ്റെ ഇത്രയും ഭാഗം അവർ എഞ്ചിനായിട്ട് നിൽക്കുന്നത് കാരണം അവിടെ അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട് അല്ലേ. അത് നമുക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് എഞ്ചിൻ ഉണ്ടായിരിക്കും, എഞ്ചിന് ശേഷം ഡ്രൈവർ ക്യാബിൻസ്, പിന്നെ പാസഞ്ചർ ഏരിയ അല്ലെങ്കിൽ ലഗേജ് ഏരിയ, ഗുഡ്സ് ഏരിയ എന്താണോ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഈ ഒരു ടൈപ്പിനാണ് അല്ലേ നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ച്, നമ്മളൊരു ജീപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് ഉദാഹരണം പറയാം അല്ലേ, ജീപ്പിനൊക്കെ കറക്റ്റ് ഉദാഹരണം പറയാം. അതാണ് കൺവെൻഷണൽ കൺട്രോൾ ചേസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെമി ഫോർവേഡ് കൺട്രോൾ ചേസിസ്. ഇത് ഫിഗർ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് നോട്ട്സ് നോക്കാം. ഫിഗർ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എന്താണ്, എഞ്ചിൻ്റെ പാർട്ട് കുറച്ച് ഡ്രൈവർ ക്യാബിനിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാകും, കുറച്ച് ഫ്രണ്ടിലോട്ടും ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഡ്രൈവറിൻ്റെ ക്യാബിനാണ് ഇത്രയും കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് എഞ്ചിൻ്റെ പാർട്ട് ഒരു പകുതി ഭാഗം എന്തിലുണ്ട്, ഡ്രൈവർ ക്യാബിൻ്റെ അകത്തുണ്ട്, പകുതി ഭാഗം എന്തുണ്ട്, പുറത്തോട്ടും പോയിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലോട്ടും പോയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി ഫോർവേഡ് കൺട്രോൾ ചേസിസ് എന്ന് പറയുന്നത്. സോ ഡ്രൈവർ ക്യാബിൻ ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൽ തന്നെ എഞ്ചിനും കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പാർട്ട്മെന്റ് കൂടിയും അതിൽ വരുന്നുണ്ട് അല്ലേ. അതാണ് പറയുന്നത് കേട്ടോ. സോ സെമി ഫോർവേഡ് കൺട്രോൾ ചേസിസ് ഇൻ വിച്ച് എഞ്ചിൻ ഈസ് മൗണ്ടഡ് ദി ഹാഫ് ഓഫ് ഇറ്റ് ഈസ് ഇൻ ദ ഡ്രൈവേഴ്സ് ക്യാബിൻ whereas the half is in the front outside of the driver's cabin. ഡ്രൈവർ ക്യാബിൻ്റെ അകത്തായിരിക്കും എഞ്ചിൻ്റെ ഹാഫ് ഉണ്ടായിരിക്കുക, ഡ്രൈവർ ക്യാബിൻ്റെ പുറത്തായിരിക്കും എഞ്ചിൻ്റെ മറ്റു ഹാഫ് ഉണ്ടായിരിക്കുക, ബാക്കി വരുന്ന ഹാഫ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമുക്കിതൊരു ഉദാഹരണം പറയാം. നമ്മൾ വാഹനത്തിലൊക്കെ ഉപയോഗിക്കുന്ന, നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെ ടാറ്റൻ്റെ ഒരു 407 എന്ന് പറഞ്ഞ അല്ലേ ലോറിയൊക്കെ ഉണ്ടായിട്ടില്ലേ, ടാറ്റൻ്റെ 407. ഇതിൻ്റെയൊക്കെ പകുതി ബോണറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് കുറച്ചുണ്ട്, കൂടുതലില്ല, കുറച്ച് ഭാഗം എഞ്ചിൻ്റെ അകത്തും ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിന് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡ്രൈവറിൻ്റെ ഈ ഒരു ഡ്രൈവർ ക്യാബിൻ എന്ത് ചെയ്യും, അതുപോലെ ഡിറ്റാച്ച് ചെയ്തിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും എഞ്ചിന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ടാറ്റൻ്റെ മാത്രമല്ല കേട്ടോ, സ്വരാജ് മസ്തൻ്റെ വാഹനങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സോ ഇതൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ്. അതാണ് സെമി ഫോർവേഡ് ചേസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൺവെൻഷണൽ കൺട്രോൾ ചേസിസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫുള്ളി എഞ്ചിൻ എന്തായിരിക്കും, ഡ്രൈവറുടെ പുറത്തായിരിക്കും ക്യാബിൻ ഉണ്ടായിരിക്കുക.
ഇതിൽ പകുതി എന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് ഫുൾ കൺട്രോൾ ചേസിസ് അല്ലേ, അതായത് എഞ്ചിനും ഡ്രൈവർ ക്യാബിനും എന്തായിരിക്കും ഒരെണ്ണമായിരിക്കും. നമുക്ക് ബസ്സൊക്കെ പോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ ലോറികളൊക്കെ പോലുള്ള വാഹനങ്ങൾ, അതായത് ഈ ഡ്രൈവർ എവിടെ തന്നെ ആയിരിക്കും, എഞ്ചിൻ്റെ മുകളിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഡ്രൈവർ ഇരിക്കണതിൻ്റെ ഇടത് ഭാഗത്തായിട്ടായിരിക്കും എഞ്ചിൻ വരുന്നുണ്ടായിരിക്കുക അല്ലേ. ഇപ്പോൾ ബസ്സൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതിൽ തന്നെ ഗിയറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് എഞ്ചിൻ്റെ മുകളിലോട്ട് ഗിയർ പോകുന്നതുകൊണ്ട് കേബിൾ ത്രൂ പോകുന്ന ഗിയറുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഫുൾ ഫോർവേഡ് കൺട്രോൾ ചേസിസ് എന്ന് പറയുന്നത്. ഫുൾ ഫോർവേഡ് കൺട്രോൾ ചേസിസ് ഇൻ വിച്ച് ദ എഞ്ചിൻ ഈസ് മൗണ്ടഡ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ഡ്രൈവർ ക്യാബിൻ. എഞ്ചിൻ ഈസ് മൗണ്ടഡ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ഡ്രൈവർ ക്യാബിൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുൾ ഫോർവേഡ് കൺട്രോൾ ചേസിസ് എന്നാണ്. ഒബ്വിയസ്ലി മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ് ഈസ് അച്ചീവ്ഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലത്തെ മാക്സിമം സ്പേസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞില്ല എഞ്ചിൻ്റെ അത്രയും ഏരിയ വാഹനത്തിൻ്റെ മൊത്തം ലെങ്ത് തൊട്ടുമ്പോൾ എഞ്ചിൻ്റെ അത്രയും ഏരിയ എന്താണ് നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് മിസ്സാണ്, അത്രയും ഏരിയ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. സോ ഇതിലെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫുൾ ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനാണ് ഫുൾ ഫോർവേഡ് കൺട്രോൾ ചേസിസ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ. നമ്മൾ നോർമലി ഫ്രെയിമായിട്ട് ഇൻ ദിസ് ഡിസൈൻ the frame is the main structural unit. All chassis components are fixed into the vehicle body to bolted in later. അത് കൺവെൻഷണൽ ഡിസൈനിൽ പറയുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ്, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. ഫ്രെയിമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫ്രെയിമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഫ്രെയിമിലോട്ടായിരിക്കും അല്ലേ, ഈ ഫ്രെയിമിലോട്ടാണ് എല്ലാ ഭാഗങ്ങളും അതിലോട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ചേസിസ് എന്ന് പറയും. നമ്മൾ വാഹനത്തിൻ്റെ ബോഡി അടക്കം ഫിക്സ് ചെയ്യുന്നത്, വെൽഡ് ചെയ്തിട്ടോ ബോൾട്ട് ചെയ്തിട്ടോ ഒക്കെ ഫിക്സ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ ഒരു ഫ്രെയിമിലോട്ടായിരിക്കും. അതിലാണ് നമ്മൾ നോർമലി കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ ആയി ഉപയോഗിക്കുന്നത് കേട്ടോ. ദെൻ ഫംഗ്ഷൻ ഓഫ് ദി ഫ്രെയിം. ഈ ഫ്രെയിമിൻ്റെ ഫംഗ്ഷൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഈ ഒരു ചേസിസ് ഫ്രെയിമിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫ്രെയിമിന് എന്തെല്ലാം ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. രണ്ട് ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത് ടു സപ്പോർട്ട് ദി ചേസിസ് കമ്പോണൻസ് ആൻഡ് ദി ബോഡി. ടു സപ്പോർട്ട് ദി ചേസിസ് കമ്പോണൻസ് ആൻഡ് ദി ബോഡി. എന്താ, ആ ചേസിസിൽ ഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ കമ്പോണൻസിനെയും സപ്പോർട്ട് ചെയ്യണം അല്ലേ, അതിനെ താങ്ങി നിർത്തണം, അതിനെ ഘടിപ്പിക്കാൻ പറ്റണം, അതിലോട്ട് ഫ്രെയിമിലോട്ട് ഘടിപ്പിക്കാൻ പറ്റണം. ആൻഡ് ദി ബോഡി, ബോഡിയെയും. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഈ ഫ്രെയിമിലോട്ട് ഘടിപ്പിക്കാൻ കഴിയണം. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ദെൻ രണ്ടാമത്തെ ഫംഗ്ഷന് ടു വിത്ത്സ്റ്റാൻഡ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലോഡ് വിത്തൗട്ട് അൺഡ്യൂ ഡിഫ്ലക്ഷൻ ഓർ ഡിസ്റ്റോർഷൻ. എന്താ, നമ്മളൊരു വലിയ ഭാരമുള്ള സാധനങ്ങളും വലിയ ലോഡുള്ള കാര്യങ്ങളും വലിയ ഫോഴ്സ് വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഫ്രെയിമിലോട്ട് ഘടിപ്പിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഒരു വാഹനം റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രെയിമിൽ ഘടിപ്പിച്ച് നേരെ വെക്കുമ്പോഴല്ല, റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെന്തുണ്ടാവും, പലപ്പോഴും ഭാരമായി ബന്ധപ്പെട്ടുള്ള കുറേ ഫോഴ്സസ് അതുമായി ബന്ധപ്പെട്ടില്ലേ, ഒരു കുഴി ചാടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ്, ഒരു വളവ് തിരിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ്, ചെരിയുമ്പോഴുണ്ടാകുന്ന ഫോഴ്സ്, ഇതൊക്കെ ഡിഫറൻസ് ഉണ്ട്. സോ ടു വിത്ത്സ്റ്റാൻഡ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലോഡ്, സ്റ്റാറ്റിക്കലി ഉള്ള ലോഡും ഡൈനാമിക്കലി ഉള്ള ലോഡും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ ഓർ ഡിസ്റ്റോർഷൻ. എന്തെങ്കിലും ഡിഫ്ലക്ഷനോ ഡിസ്റ്റോർഷനോ ഇല്ലാതെ. അതായത് ഫ്രെയിം എന്തായിരിക്കണം, റിജിഡ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അത് വാഹനം ഓടുന്ന സമയത്താണെങ്കിലും നേരെ നിർത്തിയിട്ട് മോഷൻ ഇല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫങ്ഷൻസിൽ പറയാനുള്ളത്. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ലോഡ്സ് ഓൺ എ ഫ്രെയിം. ലോഡ്സ് ഓൺ ദി ഫ്രെയിം. ഒരു ഫ്രെയിമിൽ എന്തെല്ലാം നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ഇപ്പോൾ ലോഡാണ്, എന്തെല്ലാം ലോഡുകളാണ് ഒരു ഫ്രെയിമിൽ അനുഭവപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തെല്ലാം ലോഡുകളാണ് ഇത്, കുറച്ചധികം 6 ലോഡ്സ് ആണ്, 6 പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ പോയിന്റിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തുക. സെന്റൻസ് ആയിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് ആ മെയിൻ ലോഡുകൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ, വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ ആൻഡ് പാസഞ്ചേഴ്സ് വിച്ച് കോസസ് വെർട്ടിക്കൽ ബെൻഡിങ് ഓഫ് സൈഡ് മെമ്പേഴ്സ്. എന്താണ് വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ ആൻഡ് പാസഞ്ചേഴ്സ്? ഫസ്റ്റത്തെ ലോഡ്, അതായത് വാഹനത്തിന്റെ ഭാരവും അതേപോലെ തന്നെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ അല്ലെങ്കിൽ ചരക്കുകളുടെ അല്ലെ, ചരക്കാകാം പാസഞ്ചേഴ്സ്, ഇതിന്റെ വെയിറ്റ് ആണ് അതിലോട്ട് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. വിച്ച് കോസസ് വെർട്ടിക്കൽ ബെൻഡിങ് ഓൺ സൈഡ് മെമ്പേഴ്സ്. എന്താണ്, സൈഡ് മെമ്പേഴ്സിന്റെ വെർട്ടിക്കൽ ബെൻഡിങ്ങിനാണ് കാരണമാകുക. നമ്മളൊരു ഫ്രെയിം ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലുള്ള മെമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഫ്രെയിം ഇങ്ങനെ വരച്ചു, ഈ ഫ്രെയിമിലെ ഈ രണ്ട് സൈഡ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈഡ് മെമ്പർ എന്ന് പറയുന്നത്. ഇതൊരു സൈഡ് മെമ്പറാണ്, ഇത് രണ്ടാമത്തെ സൈഡ് മെമ്പറാണ്. നമുക്ക് നോർമലി എന്താണ് ഉണ്ടാകുക, രണ്ട് സൈഡ് മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
ഈ ഫ്രെയിമുകൾ ഈ രണ്ട് സൈഡ് മെമ്പറുകളെ തമ്മിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഓരോതിനനുസരിച്ച് മാറും, ആ മാറ്റത്തിനനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. കുറേ അധികം ഫ്രെയിമിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ജസ്റ്റ് എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തന്നു കേട്ടോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ അതിലെന്താ, ഈ ഒരു വെഹിക്കിളിൻ്റെ ഭാരം കാരണം അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ ഭാരം കാരണം അതിനുണ്ടാകുന്ന വെർട്ടിക്കൽ ബെൻഡിങ് ആണ് ഫസ്റ്റത്തെ ലോഡ് എന്ന് പറഞ്ഞത്. വെർട്ടിക്കൽ ബെൻഡിങ് ഓൺ സൈഡ് മെമ്പേഴ്സ്. ഈ സൈഡ് മെമ്പറിലാണ് എന്ത് വരുന്നത്, വെർട്ടിക്കൽ ലോഡ് വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ ലോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലോഡ് പറഞ്ഞു, അതായത് വെഹിക്കിളിൻ്റെയും പാസഞ്ചേഴ്സിൻ്റെയും ഭാരം സൈഡ് മെമ്പേഴ്സിൽ വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യും. ദെൻ രണ്ടാമത്തെ വെർട്ടിക്കൽ ലോഡ്സ് വെൻ ദ വെഹിക്കിൾ കം അക്രോസ് എ ബംപ് ആൻഡ് or hollow which result in longitudinal torsion due to one wheel lifted or lowered with the other wheels are unusual road level. അതായത് നെക്സ്റ്റ് പറയുന്ന ലോഡും വെർട്ടിക്കൽ ലോഡ് തന്നെയാണ്. അതായത് നേരെ കുത്തനെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡാണ്. എന്താണ്, ഡ്യൂ ടു ദി ഹമ്പ് ആൻഡ് ഹോളോ ഓഫ് ദി റോഡ്. അതായത് റോഡിന്റെ ഇറഗുലറിറ്റീസ് അനുസരിച്ച്, അതായത് റോഡിൽ കുഴികൾ ഉണ്ടാവും, ഹമ്പുകൾ ഉണ്ടാവും അല്ലെ, ബമ്പ് കയറി ഇറങ്ങും, അല്ലെങ്കിൽ കുഴിയിൽ ചാടി പൊങ്ങും. ആ സമയത്തൊക്കെ ആ ഒരു വീലിന് അല്ലെങ്കിൽ ആ വീലിന് മാത്രമായിരിക്കും ഇത് ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ താകുക ചെയ്യുന്നത് അല്ലേ. ബാക്കിയുള്ള വീലൊക്കെ എന്തായിരിക്കും, റോഡ് ലെവലിൽ കറക്റ്റായി നിൽക്കണം. ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒന്ന് വെർട്ടിക്കൽ ലോഡ്സ് വെൻ വെഹിക്കിൾ അക്രോസ് ദി ബംപ് ആൻഡ് ഹോളോ വിച്ച് റിസൾട്ട് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ടോർഷൻ ഡ്യൂ ടു ദി വൺ വെഹിക്കിൾ ഈസ് ലിഫ്റ്റഡ്. അത് ഒരു ഭാഗത്തെ വീല് മാത്രം ലിഫ്റ്റ് ചെയ്യുന്നത് കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ടോർഷനാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ടോർഷനാണ് അവിടെ അടുത്തുണ്ടാകുന്ന ഒരു ഇത് എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് ഈസ് വെഹിക്കിൾ വിച്ച് അതർ വീൽസ് ആർ യൂഷ്വലി ഇൻ റോഡ് ലെവലിലായിരിക്കും മറ്റ് വീൽസ് ഉണ്ടായിരിക്കുക. ദെൻ മൂന്നാമത്തത് ഇവിടെ വെർട്ടിക്കൽ ലോഡാണെന്ന് പറഞ്ഞു, ടോർഷനാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ടോർഷനാണ് ഇവിടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു അല്ലേ. ദെൻ മൂന്നാമത്തത് നോക്കാം, ലോഡ്സ് ഡ്യൂ ടു റോഡ് ക്യാമ്പർ സൈഡ് വിൻഡ് കോർണറിംഗ് ഫോഴ്സ് വൈൽ ടേക്കിംഗ് എ ടേൺ വിച്ച് റിസൾട്ട് ഇൻ ലാറ്ററൽ ബെൻഡിങ് ഓഫ് സൈഡ് മെമ്പേഴ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് റോഡിന്റെ ക്യാമ്പർ അനുസരിച്ച്, ക്യാമ്പർ എന്താ, റോഡിന് ഒരു ചെരിവ് വളവിലൊക്കെ ഒരു ക്യാമറിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ, വാഹനത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, വാഹനം പെട്ടെന്ന് റോളിംഗ് എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ റോഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമ്പർ കാരണം അല്ലെങ്കിൽ സൈഡിൽ നിന്ന് അടിക്കുന്ന കാറ്റ്, സൈഡ് വിൻഡ്, കോർണറിംഗ് ഫോഴ്സ്, ഒരു വളവ് വാഹനം ഓടിയുന്ന സമയത്ത് സൈഡിൽ കോർണറിംഗ് ഫോഴ്സ് അനുഭവപ്പെടും. ഈ കോർണറിംഗ് ഫോഴ്സ് ഒക്കെ കാരണം ഒരു വളവ് എടുക്കുന്ന സമയത്ത്, വൈൽ ടേക്കിംഗ് എ ടേൺ, ഒരു ടേൺ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു കാരണങ്ങൾ കൊണ്ട് സൈഡ് മെമ്പേഴ്സിൽ ഉണ്ടാകുന്ന ലാറ്ററൽ ബെൻഡിങ് ആണ് അടുത്ത മൂന്നാമത്തെ ഒരു ലോഡ് നമ്മുടെ ഫ്രെയിമിൽ അനുഭവപ്പെടുന്ന ലോഡ്. മൂന്നാമത്തെ ലോഡ് അതായത് ലാറ്ററൽ ബെൻഡിങ് ഓഫ് സൈഡ് മെമ്പേഴ്സിലുള്ള ലാറ്ററൽ ബെൻഡിങ്. അതിന് കാരണം കൂടി പറയുന്നുണ്ട് ഈ ഒരു സൈഡ് ഫോഴ്സ് കാരണം. നെക്സ്റ്റ് നാലാമത്തെ പറയാൻ പോണേ, ലോഡ് ഡ്യൂ ടു വീൽ ഇമ്പാക്ട് ഓൺ റോഡ് ഒബ്സ്റ്റക്കിൾസ് മേ കോസ് ദാറ്റ് എ പർട്ടിക്കുലർ വീൽ ടു റിമെയിൻ ഒബ്സ്ട്രക്റ്റഡ് വൈൽ ദ അതർ വീൽ ടെൻസ് ടു മൂവ് ഫോർവേഡ് ഡിസ്റ്റോർട്ടഡ് ബൈ ദി ഫ്രെയിം ഇൻ പാരലോഗ്രാം ഷേപ്പ്. എന്താ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ നമ്മൾ റോഡിൽ ഹമ്പുകളിലൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് ഇത് മുകളിലോട്ടും താഴോട്ടും വരുന്ന സമയത്തുള്ള ഒരു അവസ്ഥ പറഞ്ഞിരുന്നു അല്ലേ, ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഇത് താഴോട്ട് പോകുന്ന സമയത്തൊക്കെ ഉള്ള അവസ്ഥ അറിയാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുക, വീൽ കയറുക എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു കല്ലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒബ്സ്ട്രക്കിളിൽ വാഹനം റോഡ് ഓടുന്ന സമയത്ത് വീൽ കയറാണ്. ആ സമയത്ത് വീലിന് ഫ്രണ്ടിലോട്ട് ഒന്ന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. വീൽ ടെൻസ് ടു മൂവ് ഫോർവേഡ്. വീലിന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. വീലിന് ഫ്രണ്ടിലോട്ട് പോകാൻ, അങ്ങനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്ന സമയത്ത് ആ ഫ്രെയിമിന് ഡിസ്റ്റോർട്ടിങ് എ ഫ്രെയിം ഇൻ ടു പാരലോഗ്രാം ഷേപ്പ്, അതായത് നമ്മൾ നേരെയുള്ള ഷേപ്പിൽ നിന്ന്, ഇപ്പോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അത് ഒരു പാരലോഗ്രാം ഷേപ്പിലോട്ട്, ഇപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ, നമ്മളൊരു ഫ്രെയിമിൻ്റെ ഒരു ഏകദേശം ഇത് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പാരലോഗ്രാം, അതായത് ഈ ഒരു ഭാഗം മാത്രം മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ആയിട്ട് മാറൂലേ. അങ്ങനെ ഒരു പാരലോഗ്രാം ഷേപ്പിലോട്ട് മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതാണ് നാലാമത്തെ ലോഡ് എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷനിൽ തട്ടിക്കഴിഞ്ഞാൽ. ദെൻ അടുത്തത് എൻജിൻ ടോർക്ക് ആൻഡ് ബ്രേക്കിംഗ് ടോർക്ക് ടെൻഡിങ് ടു ബെൻഡ് ദ സൈഡ് മെമ്പേഴ്സ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. എൻജിൻ ടോർക്ക്, ബ്രേക്കിംഗ് ടോർക്ക്, അതായത് നമ്മൾ വാഹനം ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ടോർക്ക് അല്ലേ, അതേപോലെ തന്നെ വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു റിവേഴ്സ് ടോർക്ക് അല്ലെങ്കിൽ റിവേഴ്സ് മോഷൻ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു ഇനേർഷ്യ കാരണം എന്തെങ്കിലും പെട്ടെന്ന് പിന്നോട്ട് പോകുന്നുണ്ടല്ലോ, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടല്ലോ. സോ അത് അതേപോലെ എൻജിൻ ടോർക്കും ഒരു ബ്രേക്കിംഗ് ടോർക്കും ടെൻഡിങ് ടു ബെൻഡ് ദി സൈഡ് മെമ്പേഴ്സ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. സൈഡ് മെമ്പേഴ്സ് വെർട്ടിക്കൽ പ്ലെയിനിൽ ബെൻഡ് ആകാനുള്ള സാധ്യതയാണ് അടുത്ത ഒരു ലോഡ് എന്ന് പറയുന്നത്.
ഇതിനടുത്ത് സഡൻ ഇമ്പാക്ട് ലോഡ്സ് ഡ്യൂറിങ് എ കൊളീഷൻ വിച്ച് മേ റിസൾട്ട് ഇൻ എ ജനറൽ കൊളാപ്സ്. നമ്മളൊരു വാഹനം പെട്ടെന്ന് പോയിട്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അതായത് ഒരു ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന സഡൻ ലോഡ്, അത് നമുക്ക് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പാരലലി ഒരു പാരലോഗ്രാം ഷേപ്പ് പോലെ ചേസിസ് ബെൻഡ് ആകാറുണ്ട്, ഒരു സൈഡ് മാത്രം ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് വെർട്ടിക്കലി ബെൻഡ് ആകാറുണ്ട്, ലോഞ്ചിറ്റ്യൂഡിൽ ബെൻഡ് ആകാറുണ്ട്, അങ്ങനെയൊക്കെ ബെൻഡ് ആകാറുണ്ട്. സോ സഡൻ ലോഡ് ഡ്യൂറിങ് ദി കൊളീഷൻ, ഒരു സഡൻ ഇമ്പാക്റ്റ് കാരണം ഉണ്ടാവുന്ന കൊളീഷൻ കാരണം അതിലുണ്ടാവുന്ന ജനറലി ആ ഫ്രെയിമിനുണ്ടാവുന്ന കംപ്ലയിൻസ്. ഇങ്ങനെ ഇത്രയും ലോഡ്സ്, അതായത് ഒരു 6 ടൈപ്പ് ലോഡ്സ് നമ്മുടെ ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂണലി ആക്ട് ചെയ്യുന്നുണ്ട്, ലാറ്ററലി ആക്ട് ചെയ്യുന്നുണ്ട്, ടോർഷണലി ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫ്രെയിം കൺസ്ട്രക്ഷൻ എന്താണ്, ഒരു ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷൻ എന്തൊക്കെയായിരിക്കും ഒരു ഫ്രെയിമിൽ ഉണ്ടായിരിക്കുക എന്നാണ്. ഇത് നമ്മൾ ഒരു ഫ്രെയിമിൽ നിന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള ടോപ്പ് വ്യൂ ആണ് അല്ലേ. ഇതൊരു അതിൻ്റെ മുകളിൽ നോക്കുന്ന സമയത്ത് ടോപ്പ് വ്യൂ ആണ്. ഇത് നമുക്ക് ഫ്രണ്ട്, അതായത് ഒരു ചേസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് നോക്കുന്ന സമയത്തുള്ള ഫ്രണ്ട് വ്യൂ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഫ്രണ്ട് വ്യൂ ആണ് വിചാരിക്കുക. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പൊക്കിയാണ് നിർമ്മിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇത് ഫ്രണ്ടും ബാക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഫ്രെയിമുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ആ കാര്യങ്ങളിലാണ് നമ്മൾ എന്ത് പറയുന്നത് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ നമുക്കിതിൽ മെയിനായിട്ട് അറിയേണ്ടത് നമുക്ക് ഇതിൻ്റെ കുറച്ച് മെമ്പേഴ്സും പാർട്സും ആണ്. അപ്പോൾ ഇതിലിപ്പോൾ എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റുമല്ലോ. ഇതെന്താണ്, നേരത്തെ പറഞ്ഞല്ലേ ഞാൻ, എന്താണ് ഇതിൻ്റെ നമ്മൾ നോർമലി സൈഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സ്. സൈഡ് മെമ്പേഴ്സിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സ് കേട്ടോ. സൈഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ നേരെ ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇതാ ബി എ. ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാം, 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് മെമ്പേഴ്സ് അല്ലേ, ഒരു ക്രോസ് മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ചധികം ബ്രാക്കറ്റ്സ് കാണാൻ പറ്റും. എന്താ, ഓരോ സാധനങ്ങൾ ഘടിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ആക്സിൽ ഘടിപ്പിക്കണമെങ്കിൽ, ബോഡി ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെ സ്പ്രിങ് ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, സസ്പെൻഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഘടിപ്പിക്കാനൊക്കെ ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഡംബ് അയൺസും കൊടുത്തിട്ടുണ്ടാവും. എഫ് എന്ന് പറയുന്ന ഇവിടെ പോയിന്റിൽ 2 ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ഡംബ് അയോൺസ്. ഈ ഡംബ് അയോൺസും അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഇത് ചേസിസിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്, ഓരോ പാർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത് എന്തുകൊണ്ട് ഇങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ജസ്റ്റ് നോട്ടാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം കൺസിസ്റ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സ് ആൻഡ് ക്രോസ് മെമ്പേഴ്സ്. ലോഞ്ചിറ്റ്യൂണൽ മെമ്പർ എന്താ, ക്രോസ് മെമ്പർ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഫിഗറിനെ ചെറുതാക്കിയിട്ട് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് അപ്സെറ്റ് അറ്റ് ദി ഫ്രണ്ട് ആൻഡ് റിയർ ടു അലോ ദി ആക്സിൽ മൂവ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ലോ ചേസിസ് ഹൈറ്റ് അല്ലേ. ഇതിൻ്റെ നമ്മളെ ഈ ഒരു ചേസിസിൻ്റെ ഫ്രണ്ട് ഭാഗവും റിയർ ഭാഗവും അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ചേസിസിൻ്റെ ഹൈറ്റിനെ അലോ ചെയ്യാൻ വേണ്ടിയിട്ട്, ചേസിസിൻ്റെ ഹൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോൾ ആക്സിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. നമ്മളൊരു വാഹന റോഡിലൂടെ പോകുന്ന സമയത്ത് ഇത് ഒരു കുഴിയിലൊക്കെ കയറുന്ന സമയത്ത് മുകളിലോട്ടും താഴോട്ടൊക്കെ ആവുമല്ലോ, അമ്പുകളൊക്കെ കയറുന്ന സമയത്ത്. അപ്പോൾ ആ ചേസിസ് ഹൈറ്റും കാര്യങ്ങളും തരണം ചെയ്യാൻ വേണ്ടി അതൊരു എന്ത് ചെയ്യാൻ പറ്റുക, ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്രണ്ടിലെ ഭാഗം മുന്നിലെ 2 ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പൊക്കിയും താത്തിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് അപ്സെറ്റ് അറ്റ് ദി ഫ്രണ്ട് ആൻഡ് റിയർ ടു അലോ ആക്സിൽ മൂവ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ലോ ചേസിസ് ഹൈറ്റ്. അപ്പോൾ ഒരു ചേസിസ് ഫ്രെയിമിൻ്റെ മുൻഭാഗവും പിൻഭാഗവും ഇതേപോലെ ഉയർത്തിയും താഴ്ത്തിയും നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാട്ടോ. അതിൻ്റെ ഒരു കുഴികളിലും റോഡുകളിലെ ഇറഗുലാരിറ്റീസ് അനുസരിച്ച് കുഴികളിലും ഹമ്പുകളിലൊക്കെ കയറുന്ന സമയത്ത് ആക്സിലിൻ്റെ മൂവ്മെൻറ്റ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചേസിസിൻ്റെ ഹൈറ്റ് വളരെ താഴ്ന്ന് നിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. The front end is narrowed for a better steering lock and smaller turning circle. അത് ഈ ഒരു ചേസിൻ്റെ ഫ്രെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഈസ് നാരോഡ്. ഇവിടെ എന്തായിരിക്കും, ചെറുതായിരിക്കും. ഈ ഭാഗത്ത് ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതായത് ഇവിടുന്ന് ഇങ്ങനെ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും അളവുണ്ടായിരിക്കില്ല, എങ്കിലും ഇങ്ങനെയായിരിക്കും എന്തുണ്ടായിരിക്കുക, ചേസിസ് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ഇതായിരിക്കും ഫ്രണ്ട്, ഇതായിരിക്കും റിയർ എന്ന് പറയുന്നത്. സോ ദ ഫ്രണ്ട് എൻഡ് ഈസ് നാരോഡ് ഫോർ എ ബെറ്റർ സ്റ്റിയറിംഗ് ലോക്ക് ആൻഡ് സ്മാളർ ടേണിംഗ് റേഡിയസ്. വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ലോക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റിയറിംഗ് ഫുള്ള് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ആംഗിൾ ഉണ്ടല്ലോ, 44 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തുന്ന ആംഗിൾ, ആ ആംഗിൾ പ്രോപ്പർലി നമുക്ക് ആ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് തിരിഞ്ഞ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഫ്രണ്ട് സൈഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെറുതായിട്ടൊന്ന്
നാരോ ആയിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ദെൻ പിന്നെ സി എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബ്രാക്കറ്റ്സ് കൊടുത്തിരിക്കുന്നത് ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഡംബ് അയൺസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡംബ് അയൺസ് കാണാൻ പറ്റും. ഡംബ് അയൺസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സസ്പെൻഷൻസിന്റെ സ്പ്രിങ്ങും കാര്യങ്ങളും ഘടിപ്പിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ഈ ഒരു സസ്പെൻഷൻസിന്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഘടിപ്പിക്കുന്ന സമയത്ത് അത് തട്ടി നിൽക്കുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ഡംബ് അയൺസ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ബമ്പേഴ്സ്, ഷാക്കിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ അതിനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ പിന്നെ സ്പ്രിങ്ങുകൾ മൗണ്ട് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പ്രിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് ഈ ഒരു ഇതിനുമുള്ളത്. മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഈ 2 സെൻറ്റൻസ് നിങ്ങൾ നോക്കി വെക്കണം. അതായത് ചേസിസിൻ്റെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഷേപ്പിൽ നിർമ്മിക്കാനുള്ള കാരണം, അതേപോലെ തന്നെ ഇവിടെ നാരോ ആയിട്ട് നിർമ്മിക്കാനുള്ള കാരണം, ഈ 2 കാരണങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു ആക്സിലിൻ്റെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതാണല്ലോ നമ്മൾ ആക്സിൽ വരുന്ന ലെവൽ. ഈ ആക്സിലിൻ്റെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ അല്ലേ ആക്സിൽ ടു ആക്സിൽ ഡിസ്റ്റൻസ് അല്ലേ, സെൻട്രൽ ലൈൻ ടു ആക്സിലിൻ്റെ സെൻട്രൽ ലൈൻ ടു ആക്സിലിൻ്റെ അടുത്ത ആക്സിലിൻ്റെ ഫ്രണ്ടത്തെ ആക്സിലിൻ്റെ സെൻട്രൽ ലൈൻ ടു റിയർത്തെ ആക്സിലിൻ്റെ സെൻട്രൽ ലൈനാണ് നമ്മൾ നോർമലി എന്ത് പറയുന്നത് വീൽ ബേസ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ വീൽ ബേസ് ആണ് പറയുന്നത്. നമുക്ക് പറയട്ടെ, വാഹനത്തിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞിട്ട് പറയാം. അവിടെ വീൽ ബേസ് എന്ന് പറയാം. വീൽ ബേസ് പറയുന്നതിനല്ല ഇതെടുത്തത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടത്തെ ആക്സിൽ നിന്നും ഫ്രണ്ടിലോട്ട് എത്ര ദൂരമാണോ ചേസിസ് നീങ്ങി നിൽക്കുന്നത്, മുന്നോട്ട് തള്ളി നിൽക്കുന്നത്, ഇതിനെ നമ്മളെന്ന് പറയുന്ന പേരാണ് ഫ്രണ്ട് ഓവർഹാങ് എന്ന്. അതേപോലെ തന്നെ റിയറിലോട്ട് തള്ളി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയർ ഓവർഹാങ് എന്ന് പറയുന്നത്. പോർഷൻസ് ഓഫ് ദി ഫ്രെയിം, എ ഹെഡ് ഓഫ് ദി ഫ്രണ്ട് ആക്സിൽ ഫ്രണ്ട് ഓവർഹാങ്, പോർഷൻ ഓഫ് ദി ഫ്രെയിം ബിയോണ്ട് ദി റിയർ ആക്സിലാണ് എന്ത് പറയുന്നത്, റിയർ ഓവർഹാങ് എന്ന് പറയുന്നത്. ഓവറായിട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. നമ്മൾ കുറേ ബീമുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓവർ ഹാങ്ങിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതറിയാം. അപ്പോൾ ആക്സിൽ കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ളതിനെ ഫ്രണ്ട് ഓവർ ഹാങ്ങും, ആക്സിൽ കഴിഞ്ഞ് പിന്നോട്ടുള്ളതിനെ റിയർ ഓവർ ഹാങ്ങും എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഫ്രെയിമാണ്. ഏതെല്ലാം ടൈപ്സ് ഫ്രെയിം ഉണ്ടെന്ന്. കുറേ അധികം ഫ്രെയിമുകൾ ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കുറേ അധികം ഫ്രെയിമുകൾ വന്നിട്ടുണ്ട്. ബേസിക് ആയിട്ട് ഒരു 5 ഫ്രെയിംസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വണ് ലാഡർ ഫ്രെയിം, രണ്ടാമത്തെ ബാക്ക് ബോൺ ഫ്രെയിം, മൂന്നാമത്തെ എക്സ് ഫ്രെയിം, നാലാമത്തെ പ്ലാറ്റ്ഫോം ഫ്രെയിം, അഞ്ചാമത്തെ യൂണിറ്റ് ബോഡി അല്ലെങ്കിൽ യൂണിറ്റ് ബോഡി, ഒന്നിച്ചിൽ ബോഡി. അങ്ങനെ 5 എണ്ണമാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. സോ ഇതിൻ്റെ പേരിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാഡർ ഫ്രെയിം ഇൻ ദ ഷേപ്പ് ഓഫ് ലാഡർ, ബാക്ക് ബോൺ ഫ്രെയിം നമ്മളെ ഇൻ ദ ഷേപ്പ് ഓഫ് ബാക്ക് ബോൺ അല്ലെ, ഒരു ബാക്ക് ബോണിൻ്റെ ഷേപ്പ് ആയിരിക്കും. എക്സ് ഫ്രെയിം എന്തായിരിക്കും, എക്സ് ആകൃതിയിലായിരിക്കും. പ്ലാറ്റ്ഫോം ഫ്രെയിം എന്തായിരിക്കും, മൊത്തത്തിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ആ പേര് കണ്ടാൽ തന്നെ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. സോ